നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അവിടെ കച്ചേരിപ്പടിയിൽ കെട്ടിടത്തിന് തീ പിടിച്ചെന്നൊരു വാർത്ത വരികയാണ്. ഫ്രണ്ട്സ് ലൈനിന് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. റാംഷ CP ആണ് ചേരുന്നത്. റാംഷ, വലിയൊരു കെട്ടിടമാണ്, അതിന്റെ മുകളിലത്തെ നിലയിൽ തീ പിടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിക്ക് സമീപമുള്ള കെട്ടിടം കൂടിയാണ്. എന്താണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിനിത, ഹൈക്കോടതിക്ക് സമീപം കച്ചേരിപ്പടി ഫ്രണ്ട്സ് ലൈനിന് സമീപത്തെ ഒരു കെട്ടിടത്തിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ തീ പടർന്നിരിക്കുന്നത്. ഇത് നേവിയുടെ ഒരു ക്വാർട്ടേഴ്സ് കെട്ടിടമാണ് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ തീ പടർന്നിരിക്കുന്ന ഫ്ളാറ്റിൽ ആളുകൾ താമസിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ തീ താഴേക്ക് പടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ ഇപ്പോൾ അല്പം അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മഴ പെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ആ നിലയിൽ തീ താഴേക്ക് നിലയിലേക്ക് പടരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ആദ്യം എടുത്തിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പ്രശ്നം, ഇത് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ തീ പടർന്നിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി തീ അണയ്ക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എങ്കിൽ കൂടിയും ഫയർഫോഴ്സ് ഇപ്പോൾ പറ്റുന്ന നിലയിലെല്ലാം ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ താഴേക്ക് പടരാനുള്ള സാഹചര്യം ഇല്ല. അത് തടയാൻ കഴിയും എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുകയും ചെയ്യുന്നത്. നിലവിൽ വലിയൊരു ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോഴും അപകട സാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇതിൽ താഴത്തെ നിലയിലെല്ലാം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ തീ പടർന്ന ഫ്ളാറ്റിൽ ആളുകൾ താമസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മറ്റ് ഫ്ളാറ്റുകളിൽ, അതായത് താഴെയുള്ള ഫ്ളാറ്റുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നത് കൂടിയാണ്. അപ്പോൾ ഒരു അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുക എന്നത് തന്നെയാണ്, അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിനീത, ഏതായാലും തീ ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ആണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ശരി റാംഷ, അവിടേക്ക് എത്തിയ ശേഷം നമുക്ക് വീണ്ടും അതിന്റെ വിശദാംശങ്ങൾ എടുക്കാം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.